നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരു ബിസിനസ് മികച്ചതായി പെർഫോം ചെയ്യണമെങ്കിൽ നല്ല കസ്റ്റമർ സർവീസ് ഉണ്ടായിരിക്കണം. കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന, അവർക്ക് വേണ്ട എക്സാക്ട് സാധനം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, അവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും സമാധാനപരമായി ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അവർ പിന്നെയും വരും പർച്ചേസ് ചെയ്യുമെന്നൊക്കെ. ശരിയാണ്. ഇപ്പം ചില കടയിൽ മുടി വെട്ടിയ അവിടെ തന്നെ വർഷങ്ങളോളം മുടി വെട്ടുന്നവരുണ്ട്. ഇന്ന ആൾ വെട്ടിയാലേ ശരിയാവുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇപ്പം ചില കടകളെ പറ്റി നമുക്ക് ആലോചിക്കുമ്പം അവിടെ സാധനങ്ങൾ എടുത്തു തരുന്ന ആൾക്കാരായിരിക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ ആ കടയിൽ പോവാം, അവിടുത്തെ ചേച്ചി എല്ലാ സാധനവും കറക്റ്റായിട്ട് എടുത്തു തരും, അവിടെ തന്നെ പോവാം എന്ന് വിചാരിച്ച് പോണവരുണ്ട്. പക്ഷെ ഇത്തരം ഫാക്ടേഴ്സൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഒലിച്ചു പോണ പോലെ ഒലിച്ചു പോവും. സാധനങ്ങളുടെ ഡിമാൻഡ് അത്രയും ഭീകരമാണെങ്കിൽ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്നേ വരെ ഒരു ചന്തയിൽ പോയി മീൻ മേടിച്ചിട്ട് ആ മീൻകാരുടെ മുഖത്തൊക്കെ അങ്ങനെ ചിരിച്ച് സന്തോഷത്തോടെ തിരിച്ചിറങ്ങി പോരാൻ പറ്റിയിട്ടുണ്ടോ? അതിന് അവർ നമ്മളെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? ഇനി അഥവാ അവർ നമ്മളെ നോക്കിയാൽ തന്നെ വല്ല വഴക്ക് പറയാനാ ചീത്ത വിളിക്കാനായിരിക്കും നോക്കിയത്. ഇത്തരം ഒരു സമാധാനപരമായൊക്കെ അന്തരീക്ഷത്തിൽ മീൻ വാങ്ങണമെങ്കിൽ ഒന്നീ നമ്മളൊരു മാൾ സെറ്റപ്പിലായിരിക്കണം മീൻ വാങ്ങാൻ പോണത്, ചന്തയിൽ നിന്ന് വാങ്ങരുത്. അല്ലെങ്കിൽ ആ ഇരിക്കുന്ന മീൻകാരൻ നമ്മൾ അച്ഛനോ മാമനോ നമുക്കറിയാവുന്ന ആരെങ്കിലും ആയിരിക്കണം. ഇത് ചെന്ന് ഒരു കൂട്ടം മീനിൻ്റെ വില ചോദിക്കണതിന് മുമ്പേ അവരതെടുത്ത് പൊതിഞ്ഞ്, ആ പൊതിഞ്ഞ സാധനം നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ അതിന് ചീത്ത വിളി. ബാക്കി പൈസ കറക്റ്റായിട്ട് പിന്നെയും ചോദിച്ചാൽ അതിന് ചീത്ത വിളി. പിന്നെ ഇവിടെ വില ചോദിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളുടെ നിന്ന് മീൻ വാങ്ങിച്ചാൽ പിന്നെ അതിന് ചീത്ത വിളി. ഓടി, നിനക്കൊക്കെ പുഴുത്ത മീൻ തിന്നാനേ പറഞ്ഞിട്ടുള്ളടി, നീയൊക്കെ ചീഞ്ഞ മീൻ തിന്നാൽ മതിയടി. എന്നിട്ട് ആ ഇരിക്കുന്ന അങ്ങേർക്കും കുറേ ചീത്ത വിളി. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് കച്ചവടം ചെയ്യുന്നു എന്നുള്ളതാണ് അവരെ വേറൊരു വൈബാണ്. അവർ വേറെ യൂണിവേഴ്സിലാണ്. അല്ല, ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ട ആവശ്യം എന്തിനാണ്? ഒന്നുമില്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് സാധനം വാങ്ങിയല്ലേ. ഇങ്ങനെയൊക്കെയാണെന്ന് കരുതി നമ്മൾ മീൻ വാങ്ങാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവർ നമ്മളോട് ഇങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കസ്റ്റമർ സർവീസ് എവിടെ?